ില്ലേ അതല്ലേ ഇതല്ലേ അറിഞ്ഞിട്ടേ അതാണ് പെരാന്ത് ഈ പണ്ഡിതന്മാര് കുറെ ആൾക്കാർ കൂടെ ഉണ്ടോ? ആരുമില്ല. പണ്ഡിതന്മാര് പറഞ്ഞാൽ ഇവരുണ്ട്, ശലായികളാണ് കാര്യമായിട്ട്. രണ്ട് സംഗതി അവിടെ അപകടമായത്. ഒന്ന് ഈ സലാഹി എറുതും, ഒന്ന് നമ്മള് QLS മതിയായിരുന്നു, QHLS തുടങ്ങിയത്. ഈ ഹദീസ് പഠനം പറഞ്ഞാ അതില് എത്ര ചവറുണ്ട് അറിയാം, വെറും ചന്ദ്രികൊണ്ടാരം. എന്നിട്ട് അതൊക്കെ ശരിയാന്ന് പറഞ്ഞപ്പോ നമ്മളൊരു ഇത് പറയുന്നു. ഇന്നത്തെ പോലെ ഹദീസും ശരിയൊക്കെ പറയും. ഞാൻ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ്. കാരണം എന്താ വെച്ചാല് ബുഖാരിയിലാണ് ജനിക്കണമെന്ന് 194 കൊല്ലം കഴിഞ്ഞാ. പിന്നെ 35 വയസ്സെങ്കിലും ആയിട്ടുണ്ടാവും. അപ്പൊ മൂപ്പര് 10-16 കൊല്ലം അധ്വാനിച്ചു. അന്നിപ്പോ നമ്മൾ നിസ്സാരപ്പെടുത്തുന്നില്ല. പക്ഷെ അത് ഖുർആൻ പോലെ സത്യസന്ധമാണെന്ന് പറയാൻ നമ്മൾ ശേഷിക്കില്ല. കാരണം ഖുർആന് വിരുദ്ധമായ ഹദീസുകൾ ഉണ്ടായില്ലേ? ഖുർആന് പ്രകടമായി നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അറിയില്ല. ഖുർആന്റെ മുമ്പ് ഞാൻ ഒരു ആയത്തുണ്ടായിരുന്നു, ഇപ്പൊ ആയത്തില്ല അറിയുന്ന ഉമർ ഖത്താബിന്റെ ഹദീസും കൂടി കരിയിലുണ്ട്. അതെ അതെ, അങ്ങനത്തെ വിഷയങ്ങൾ കുറെ ഹദീസുകൾ അങ്ങനെ വരുന്നുണ്ടല്ലോ, ഇങ്ങനെ ഖുർആൻ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള രൂപത്തിലൊക്കെ. ഉണ്ട്, അങ്ങനത്തെ ഹദീസുണ്ട്, സഹീഹ് മുസ്ലിമിലും ഉണ്ട്. അപ്പൊ ഇവരിപ്പോ പറയണ എങ്ങനെയല്ലോ, ഒന്നാം പ്രമാണം ഹദീസും രണ്ടാം പ്രമാണം ഖുർആനും. ചെയ്യാൻ പറ്റും. പിന്നെ ഒന്നാം പ്രമാണമായിട്ട് യോജിക്കല്ലേ, രണ്ടാം പ്രമാണം ലോകത്തെ ഒരു പൊതു തത്വല്ലേ അത്. അതാണ് യോജിക്കാത്ത, പിന്നെ നമുക്ക് എടുക്കാനും പറ്റില്ലല്ലോ, എടുക്കാൻ പറ്റില്ല. അതിന് പകരം എന്ത് ചെയ്യാച്ചാല് ഖുർആനെ ഈ ഹദീസുമായിട്ട് യോജിപ്പിച്ച് വ്യാഖ്യാനിക്കുക.